ഭാരത സഭയ്ക്കും കേരള സഭയ്ക്കും വേണ്ടി പ്രത്യേകമായും പ്രാർത്ഥനകൾ അഭ്യർത്ഥിച്ചും സഭാമക്കൾക്ക് അടിയന്തര പ്രവചന നിർദ്ദേശം നൽകിയും അനുഗ്രഹീത വചന പ്രഘോഷകരായ ഫാദർ ഡാനിയൽ പൂവനത്തിലും ഫാദർ ബിനോയ് കരുമരുതെങ്കിലും കർത്താവിന്റെ പ്രിയപ്പെട്ട അനേകം വിശ്വസ്ത ദാസരും അടുത്തിടെ നൽകിയ ആഹ്വാനം വിശ്വാസി സമൂഹം അതീവ ഗൗരവത്തോടെ ഏറ്റെടുത്ത് തങ്ങളുടെ പ്രാർത്ഥനകളും പ്രായശ്ചിത്ത അനുഷ്ഠാനങ്ങളും ശക്തമാക്കിയിരിക്കുകയാണ്. എന്നാൽ തീരെ ഗൗരവബോധമില്ലാതെ പരിഹാസത്തോടെ കാലഘട്ടത്തിന്റെ പ്രവാചക ശബ്ദമായി മാറിയ പ്രസ്തുത സന്ദേശങ്ങളെ വീക്ഷിക്കുന്നവരും ഇല്ലാതില്ല. കേരള സഭയ്ക്ക് ഒരു താക്കീതും മുന്നറിയിപ്പും എന്നോണം നൽകിയ നിർദ്ദേശത്തോടൊപ്പം ഹംഗറിയിൽ സ്വർഗത്തിന്റെ മുന്നറിയിപ്പ് അറിയിച്ച സിസ്റ്റർ നഥാലിയുടെ സന്ദേശങ്ങൾ അവഗണിച്ചതിനെ തുടർന്ന് ഹംഗേറിയൻ സഭ നേരിടേണ്ടി വന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ചും ബിനോയ് അച്ഛൻ സൂചിപ്പിക്കുകയുണ്ടായി. പൊള്ളയായ അഹങ്കാരത്തിന്റെയും വ്യർത്ഥ അഭിമാനത്തിന്റെയും മിഥ്യാസങ്കല്പങ്ങളുടെയും മായാവലയങ്ങളിൽപ്പെട്ട് യഥാർത്ഥ ആത്മീയതയുടെ ഉൾക്കാമ്പുകൾ നഷ്ടപ്പെടുത്തി സ്വർഗത്തിന്റെ സന്ദേശങ്ങൾ നിസ്സാരവൽക്കരിക്കുന്നവരും ഒപ്പം കർത്താവിൽ നിന്നുള്ള മുന്നറിയിപ്പ് നെഞ്ചിലേറ്റി തീക്ഷ്ണമായ പ്രാർത്ഥനാ പ്രായശ്ചിത്തങ്ങളിലേക്ക് പ്രവേശിച്ചിട്ടുള്ളവരും അറിയണം നഥാലിയുടെ സന്ദേശങ്ങളും ഹംഗറിയിൽ തുടർന്ന് സംഭവിച്ച ചരിത്ര സംഭവങ്ങളും. 1901 മുതൽ 1992 വരെ ഹംഗറിയിൽ ജീവിച്ച സിസ്റ്റേഴ്സ് ഓഫ് സെന്റ് മേരി മഗ്ദലിൻ സമൂഹ അംഗവും കർത്താവിന്റെ പ്രിയപ്പെട്ട ബലിയാത്മാവും മിസ്റ്റിക്കുമായിരുന്നു സിസ്റ്റർ നഥാലിയ. യൂറോപ്പിൽ രണ്ടാം ലോക മഹായുദ്ധം കലശമായി നടക്കുകയും അതിന്റെ നിസ്തർക്കമായ ഭവിഷ്യത്തുകൾ ഹംഗറിയിൽ പ്രതിഫലിച്ചു തുടങ്ങുകയും ചെയ്ത വേളയിലാണ് സിസ്റ്റർ നഥാലിയയിലൂടെ ഈശോ ഹംഗറിയിലെ സഭയ്ക്ക് സ്വർഗത്തിന്റെ ആലോചനകൾ അറിയിച്ചുകൊണ്ടുള്ള സന്ദേശങ്ങൾ നൽകിയത്. കഠിനമായ പ്രാർത്ഥനാ പ്രായശ്ചിത്തങ്ങൾ ആരംഭിക്കാനും സഭയുടെ സ്വത്ത് ദരിദ്രർക്ക് വീതിച്ചു കൊടുക്കാനും അതിന്റെ മഹാസൗധങ്ങൾ ഉപേക്ഷിച്ചു പോകാനുമായിരുന്നു നിർദ്ദേശങ്ങൾ. അല്ലെങ്കിൽ ദൈവം അവിടുത്തെ തിരുഹിതം നിറവേറ്റുന്നതിനായി ചിലതൊക്കെ അനുവദിക്കുമെന്നും എന്നാൽ അവ ദുഷ്കരമായിരിക്കുമെന്നും സന്ദേശമുണ്ടായി. പലരും ഈ നിർദ്ദേശം വിഡ്ഢിത്തമെന്ന് മാത്രമല്ല വിഭ്രാന്തിയായും അതിലുപരിയായി അചിന്തനീയവുമായി പരിഗണിച്ചു. അധികാരികളിൽ ചെറിയൊരു വിഭാഗം അത് പരിഗണനയ്ക്ക് വിധേയമാക്കിയെങ്കിലും അന്തിമ തീരുമാനം വൈകിപ്പോയി. പരിഹാരമോ പ്രായശ്ചിത്തമോ ചെയ്തില്ല എന്നു മാത്രമല്ല, സിസ്റ്റർ നഥാലിയുടെ കുമ്പസാരക്കാരൻ അച്ഛനോടും ഈ അനുഷ്ഠാനങ്ങൾക്ക് വിലക്ക് കൽപ്പിച്ചു. ആ നല്ലവനായ പുരോഹിതൻ പരിഹാരാനുഷ്ഠാനങ്ങളുടെ പ്രചരണം സംഘടിപ്പിക്കുന്നതിൽ സജീവമായി വ്യാപൃതനായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധാനന്തരം സന്ദേശത്തിന്റെ പൂർത്തീകരണം സംഭവിച്ചു. കമ്മ്യൂണിസ്റ്റ് അധികൃതർ 1000-ലേറെ വർഷങ്ങളായി നിലനിന്നിരുന്ന സഭകളെയെല്ലാം പിരിച്ചുവിട്ടു. സഭയ്ക്കുണ്ടായിരുന്ന സ്വത്തെല്ലാം അവർ കണ്ടുകെട്ടി. വൈദികർ ജയിലുകളിൽ അടയ്ക്കപ്പെട്ടു. ഒടുവിൽ ജയിലുകളിലും കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലും പുരോഹിതഗണം പ്രായശ്ചിത്തവും പരിഹാരാനുഷ്ഠാനവും ചെയ്യാൻ നിർബന്ധിതരായി. പിന്നീട് 40 വർഷങ്ങൾക്കു ശേഷം 1989 കമ്മ്യൂണിസത്തിന്റെ പിടിയിൽ നിന്നും സഭയ്ക്ക് പുറത്തു വരുവാൻ കഴിഞ്ഞത്. സിസ്റ്റർ നഥാലിയയിലൂടെ നൽകപ്പെട്ട സന്ദേശങ്ങൾ ഈശോയിൽ നിന്ന് തന്നെയാണെന്ന് സ്ഥിരീകരിക്കുവാൻ എന്നോണം ഒരു അത്ഭുതം കർത്താവ് പ്രവർത്തിക്കുകയുണ്ടായി. അന്നത്തെ പാപ്പയായിരുന്ന പിയൂസ് 12 മാർപ്പാപ്പയുടെ വേനൽക്കാല വസതി കാസിൽ ഗൊണ്ടോൾഫോയിലേക്ക് മാറ്റരുത് എന്നും മാറ്റിയാൽ അപകടം സംഭവിക്കുമെന്നും ബഹുമാനപ്പെട്ട സിസ്റ്ററിലൂടെ ഈശോ പരിശുദ്ധ പിതാവിനെ അറിയിച്ചു. അതനുസരിച്ച് പാപ്പ വത്തിക്കാനിൽ തന്നെ തുടർന്നു. ഇതേ തുടർന്നായിരുന്നു കാസിൽ ഗൊണ്ടോൾഫോയിൽ ബോംബ് വീണതും സിസ്റ്റർ നഥാലിക്ക് ലഭിച്ച സന്ദേശം ഗൗരവത്തോടെ ഏറ്റെടുത്തതുമൂലം പാപ്പയുടെ ജീവൻ സംരക്ഷിക്കപ്പെട്ട അത്ഭുത പ്രതിഭാസത്തിന് ലോകം സാക്ഷ്യം വഹിച്ചതും. സഭ ക്രിസ്തുവിൻ്റെതാണ്. അവൾ പ്രതിഫലിക്കേണ്ടത് ക്രിസ്തുവിനെയും അവിടുത്തെ മാറ്റമില്ലാത്ത വചനത്തെയുമാണ്. ദിശ തെറ്റിയ വാഹനത്തെ ശരിയായ ദിശയിലേക്ക് തിരിച്ചുവിടുന്ന ചൂണ്ടുപലകകൾ പോലെ ഇപ്പോൾ തന്റെ ദാസന്മാരായ അഭിഷിക്ത വൈദികരിലൂടെ കർത്താവ് സംസാരിച്ചിരിക്കുകയാണ്. സ്വർഗത്തിന്റെ സ്വരം അവഗണിച്ച ഹംഗേറിയൻ സഭ കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാക്കിയപ്പോഴേക്കും സമയം ഏറെ വൈകിപ്പോയിരുന്നു. കർത്താവ് തന്നിരിക്കുന്ന ഈ അവസരം പ്രയോജനപ്പെടുത്തി അമ്മ മാതാവിന്റെ മാധ്യസ്ഥം തേടി കൈകൾ വിരിക്കാം.
എന്തെന്നാൽ കർത്താവ് തന്റെ പ്രവാചകരിലൂടെ സംസാരിച്ചിരിക്കുന്നു. തിരുവചനം പറയുന്നത് പോലെ ദൈവമായ കർത്താവ് തന്റെ ദാസരായ പ്രവാചകന്മാർക്ക് തന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്താതെ ഒന്നും ചെയ്യുന്നില്ല.